ശ്രീ ആർ എൽ വി, ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. സത്യഭാമയ്ക്ക് താങ്കളെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് എന്താണ് താങ്കളുടെ പ്രതികരണം ഇപ്പോൾ? ഇത് ജാമ്യം എന്ന് പറയുന്നത് ഒരു കേസിൽ നിന്നും കുറ്റവിമുക്തയായി എന്നതല്ല. നമുക്കറിയാം, ഇതൊരു കോടതിയുടെ നടപടി മാത്രമാണ്. ഞാൻ അറിഞ്ഞിടത്തോളം ഒരു സ്ത്രീ എന്ന പരിഗണന വെച്ചുകൊണ്ടാണ് അവർക്കിപ്പം ജാമ്യം അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ഈ മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ കൊടുത്തപ്പോഴും അതുപോലെ തന്നെ ഇതിനു മുൻപ് SC/ST കോടതിയിൽ കൊടുത്തപ്പോഴും സ്പെസിഫിക്കേഷൻ വളരെ കൃത്യമായി വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞത് എന്നെ തന്നെയാണ്. ബഹുമാനപ്പെട്ട കോടതി, ഹൈക്കോടതി അത് വിലയിരുത്തുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. ഇത് നിയമപ്രകാരം അല്ലെങ്കിൽ ചില കേസുകളുടെ സ്വഭാവം അനുസരിച്ച് ഒരു സ്ത്രീ എന്ന പരിഗണന വെച്ചുകൊണ്ടും അല്ലെങ്കിൽ 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ അല്ലെങ്കിൽ അതിൽ താഴെ ശിക്ഷയുള്ള ചില കേസുകളെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുള്ളതെന്നുള്ള വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനർത്ഥം ഒരു കേസിൽ നിന്നും കുറ്റവിമുക്തയായി എന്നുള്ളതല്ല, കേസ് ശിക്ഷിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ശക്തമായ വിശ്വാസം. ശ്രീ ആർ എൽ വി, പിന്നീടുള്ള കാലത്ത് എന്തെങ്കിലും ഒരു ഖേദമോ കുറ്റബോധമോ സത്യഭാമയിൽ നിന്നും തോന്നിയിട്ടുണ്ടോ താങ്കൾക്ക്? ഒരിക്കലുമില്ല. കാരണം അത് ആ കാലത്തിൽ തന്നെ, ഇത് കേസ് നടക്കുന്ന സമയത്ത് തന്നെ അത് അത്തരം കാര്യങ്ങൾ പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളും ഇവരോട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ യാതൊരു തരത്തിൽ പ്രതികരണം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ എന്തിനാണ് ആ രീതിയിൽ നിൽക്കുന്നത്? കാരണം ഇത്രയും ഒരു കലാകാരനെ പറയാവുന്നതിനപ്പുറം പറയുകയും മാനസികമായി പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് നമ്മളല്ലല്ലോ ഇതിന് വഴിമാറി കൊടുക്കേണ്ടവർ. ഇനി നാളെ ഒരു സമൂഹത്തില് ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടികൾക്കും അല്ലെങ്കിൽ ഒരാളോടും, സമൂഹത്തിൽ ഒരു വ്യക്തികളോടും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേസ് നമ്മൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് 2 കോടതിയിലും, SC/ST കോടതിയിലും ഹൈക്കോടതിയിലും വളരെ കൃത്യമായി തന്നെ പ്രോസിക്യൂഷന് പറഞ്ഞ് അത് സാധൂകരിക്കാൻ സാധിച്ചിട്ടുള്ള കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ഇത് വെറും നടപടി മാത്രമാണ്, കോടതിയുടെ നടപടി മാത്രമായി ഒരു ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ രാമകൃഷ്ണൻ.